ഉല്പത്തിപ്പുസ്തകം അദ്ധ്യായം 5. ആദാമിന്റെ പാരമ്പര്യം. ആദാമിന്റെ വംശപാരമ്പര്യമാണിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു മകന് ജന്മം നൽകി. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിന് ജന്മം നൽകിയ ശേഷം ആദാം 800 വർഷം ജീവിച്ചിരുന്നു. അവന് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 വർഷമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിന് ജന്മം നൽകി. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 വർഷം ജീവിച്ചിരുന്നു. പുത്രന്മാർക്കും പുത്രിമാർക്കും ജന്മം നൽകി. ശേത്തിന്റെ ആയുഷ്കാലം ആകെ 912 വർഷമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഏനോശിന് 90 വയസ്സായപ്പോൾ അവൻ കേനാന് ജന്മം നൽകി. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോശ് 815 വർഷം ജീവിച്ചിരുന്നു. പുത്രന്മാർക്കും പുത്രിമാർക്കും ജന്മം നൽകി ജനിപ്പിച്ചു. ഏനോശിന്റെ ആയുഷ്കാലം ആകെ 905 വർഷമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. കേനാന് 70 വയസ്സായപ്പോൾ അവൻ മഹലാലേലിനെ ജനിപ്പിച്ചു. മഹലാലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ 840 വർഷം ജീവിച്ചിരുന്നു. പുത്രന്മാർക്കും പുത്രിമാർക്കും ജന്മം നൽകി. കേനാന്റെ ആയുഷ്കാലം ആകെ 910 വർഷമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. മഹലാലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരെദിന് ജന്മം നൽകി. യാരെദിനെ ജനിപ്പിച്ച ശേഷം മഹലയേൽ 830 വർഷം ജീവിച്ചിരുന്നു. പുത്രന്മാർക്കും പുത്രിമാർക്കും ജന്മം നൽകി. മഹലയാലിന്റെ ആയുഷ്കാലം ആകെ 895 വർഷമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. യാരെദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരെദ് 800 വർഷം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരെദിന്റെ ആയുഷ്കാലം ആകെ 962 വർഷമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജന്മം നൽകി. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 വർഷം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 വർഷമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മെഥൂശലേഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമേക്കിന് ജന്മം നൽകി. ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം മെഥൂശലേഹ് 782 വർഷം ജീവിച്ചിരുന്നു. പുത്രന്മാർക്കും പുത്രിമാർക്കും ജന്മം നൽകി. മെഥൂശലേഹിന്റെ ആയുഷ്കാലം ആകെ 969 വർഷമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകന് ജന്മം നൽകി. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ അധ്വാനത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേറിട്ടു. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് 595 വർഷം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ലാമേക്കിന്റെ ആയുഷ്കാലം ആകെ 777 വർഷമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫെത്തിനെയും ജനിപ്പിച്ചു.